പറയാനോ രാഷ്ട്രീയമായിട്ടുള്ള തിരക്കഥ എഴുതാനോ അത് ആവിഷ്കരിക്കാനോ ഉള്ളൊരു സാഹചര്യം നന്നായി കുറയുന്നുണ്ട് അല്ലേ? തീർച്ചയായിട്ടും നമ്മളൊരു പേരിടുമ്പം പോലും നമ്മൾ ചരിത്രം പഠിക്കേണ്ടി വരും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പഠിക്കേണ്ടി വരും. ഇതുമായി ആരെങ്കിലും ഹെർട്ട് ചെയ്യുന്നതാണോ, അത് ആരുടെയെങ്കിലും പേരാണോ എന്നൊക്കെ നോക്കേണ്ടി നമ്മൾ പലപ്പോഴും എഴുതാറുണ്ട്. ജീവിച്ചിരിക്കുന്നവരെ മരിച്ചവരെ സംബന്ധിച്ചിട്ടുള്ള അല്ല ഈ കഥയെന്ന് എഴുതാറുണ്ട്. പക്ഷെങ്കിൽ നമുക്ക് മറ്റെന്തും കൂടെ അതിൻ്റെ കൂടെ ചേർക്കേണ്ടി വരും. ഇപ്പം ഈ ആടുജീവിതത്തിന്റെ ഒരു ക്രാഫ്റ്റും മേക്കിങ്ങിനും അങ്ങെടുത്ത എഫേർട്ട് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അത് ഈ പുരസ്കാരത്തിൽ അത് ജൂറി തീരുമാനിക്കട്ടെ. പക്ഷേ എന്നാൽ പോലും ഒരു കലാമൂല്യവും ഇല്ലാത്ത ചില സിനിമകൾ വിത്തിൻ ഇൻവേർട്ടഡ് കോമയാണ്. ഇപ്പോൾ കേരള സ്റ്റോറിയൊക്കെ പോലെയുള്ള സിനിമകൾ പുരസ്കാരവും വാങ്ങി പോകുന്നത് കാണുമ്പോൾ പറയാതിരിക്കാനും ആവുന്നില്ല അല്ലേ ബ്ലസി? തീർച്ചയായിട്ടും അങ്ങനെ അതിപ്പം താങ്കളിപ്പോൾ പറഞ്ഞ വളരെ സന്തോഷം. കാരണം അതിൻ്റെ ഒരു എഫേർട്ട് എന്ന് പറഞ്ഞാൽ ഒരു ജീവിതകാലത്തിന്റെ ഒരു എന്താ പറയാ, ഒരു ജീവിതകാലത്തിൽ ഒരു